ബാലൻസ് carried out. ആ ബാലൻസിനെ ബ്രോഡ് ഡൗൺ ചെയ്തു. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. അടുത്ത വർഷം, ഇതൊരു വർഷത്തെയാണ്, അടുത്ത വർഷം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബൈ സാലറീസ്, ബൈ കമ്മീഷൻ, ബൈ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ദെൻ ടു ഡ്രോയിങ്സ്, ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇതുപോലെ കണ്ടിന്യൂ ചെയ്യും. ഇതുപോലെ ഓരോ പാർട്ട്നേഴ്സിനും 3 പങ്കാളികൾ എയും ബിയും സിയും ആർ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ എയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രത്യേകം വരയ്ക്കണം. ഇങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ എല്ലാ ഐറ്റവും ഉൾപ്പെടുത്തിക്കൊണ്ട് വരയ്ക്കുന്ന ഈ മെത്തേഡിനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. Fluctuating capital method. There are 2 methods of maintaining capital account in the firm's book: fluctuating capital method and fixed capital method. Under the fluctuating capital method, all adjustments such as interest on capital, salary, commission, share of profit, etc. are directly made in the capital account. As a consequence, the opening balance and closing balance are differ. വ്യത്യാസപ്പെട്ടിരിക്കും. അത് മാത്രമല്ല, ഈച്ച് പാർട്ണർ ഹാസ് ഓൺലി 1 അക്കൗണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ 3 പ്രത്യേകതകൾ. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ എഴുതുന്നു. അതിൻ്റെ ഫലമായിട്ട് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു പങ്കാളിക്ക് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ, ഒരക്കൗണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ മെത്തേഡിനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി 1 more മെത്തേഡ് ഉണ്ട്, അതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. താങ്ക് യു.